എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള പരീക്ഷ എന്ന് പറയുന്നത് അതായത് ഇനി തിങ്കളാഴ്ചയാണ് പരീക്ഷ. തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ മാർച്ച് 17-ാം തീയതിയാണ്. മാർച്ച് 17-ാം തീയതി തിങ്കളാഴ്ച രാവിലെ ഗണിതശാസ്ത്രമാണ്. രാവിലെ 9:30 മുതൽ 12:15 വരെയാണ് വിദ്യാർത്ഥികൾക്കുള്ള പരീക്ഷ. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് മാർക്ക് എഴുതിയിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും മിനിമം അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ആൻസേഴ്സ് എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് SSLC സേ എന്താണ്, അതായത് SSLCയുടെ സേ പരീക്ഷ എന്താണ്, അതുപോലെ തന്നെ ഇത് ആരൊക്കെയാണ് എഴുതേണ്ടി വരിക, എത്ര മാർക്ക് കിട്ടിയാലാണ് ഈ ഒരു പരീക്ഷ, അതായത് എത്ര മാർക്കിൽ കുറവ് കിട്ടിയാലാണ് ഈ ഒരു പരീക്ഷ എഴുതേണ്ടതായിട്ട് വരിക എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. അതുപോലെ ഇതിൻ്റെ അപേക്ഷ എപ്പോഴാണ് നൽകേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ SSLCയുടെ സേ പരീക്ഷ എന്ന് പറയുന്നത് സേ എന്ന് പറഞ്ഞാൽ സേവ് എ ഇയർ എന്നുള്ളതാണ് ഈ ഒരു SSLC സേ പരീക്ഷയുടെ പൂർണ്ണ രൂപം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു വർഷം നഷ്ടപ്പെടാതെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു SSLC സേ എന്നുള്ള രീതിയിൽ ഒരു പരീക്ഷ നടത്തുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ എത്ര സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടോ അത്രയും സബ്ജക്റ്റ് നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് 3 സബ്ജക്റ്റാണ് മിനിമം ഈ ഒരു സേ പരീക്ഷ എഴുതാനുള്ള അവസരം ഉണ്ടാവുക. എന്തെങ്കിലും മെഡിക്കൽ റീസണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജെന്യൂൻ ആയിട്ടുള്ള റീസൺസ് ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ ഡോക്ടറുടെ അടുത്ത് നിന്നോ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 വിഷയം വേണമെങ്കിലും ഈ ഒരു സേ പരീക്ഷ എഴുതാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ആദ്യം നമുക്ക് നോക്കാം. SSLC തോൽക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് നിങ്ങൾ SSLC പരീക്ഷയിൽ തോൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏത് ഗ്രേഡാണ് ഉണ്ടാവുക, ജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏത് ഗ്രേഡാണ് ഉണ്ടാവുക എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ SSLCയുടെ റിസൾട്ട് വരുന്ന സമയത്ത് വിദ്യാർത്ഥികളുടെ SSLC സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ടിൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും ഏത് ഗ്രേഡാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഗ്രേഡ് എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ റിസൾട്ടിൽ ഇതുപോലെയാണ് ഉണ്ടാവുക. ഒന്നുകിൽ A+ അല്ലെങ്കിൽ A ഗ്രേഡ്, ഓരോ സബ്ജക്റ്റിൻ്റെ നേരെയും ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അതായത് B+ അല്ലെങ്കിൽ B ഗ്രേഡ്, അതല്ലെങ്കിൽ C+ അല്ലെങ്കിൽ C ഗ്രേഡ്, അതല്ലെങ്കിൽ D+. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്രേഡുകളിൽ ഏതെങ്കിലും ഒരു ഗ്രേഡായിരിക്കും നിങ്ങളുടെ റിസൾട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിൽ ഏത് ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാലും, അതായത് A+ മുതൽ D+ വരെയുള്ള ഏത് ഗ്രേഡ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ SSLC പരീക്ഷ പാസ്സാവുന്നത് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ജയിച്ചു എന്ന് കണക്കാക്കാം. അപ്പോൾ നിങ്ങൾ പിന്നീട് ഈ ഒരു സേ പരീക്ഷ എഴുതേണ്ടതായിട്ട് വരുന്നത് ആയിരിക്കില്ല, കാരണം നിങ്ങൾ ഓൾറെഡി ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പിന്നീട് സേ പരീക്ഷ എഴുതേണ്ടതായിട്ട് വരില്ല. ഇനി ആരൊക്കെയാണ് സേ പരീക്ഷ എഴുതേണ്ടതായിട്ട് വരിക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ SSLC പരീക്ഷയിൽ സേ പരീക്ഷ എഴുതേണ്ടതായിട്ട് വരുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് D ഗ്രേഡ് ആയിരിക്കണം കിട്ടിയിട്ടുള്ളത്, അതല്ലെങ്കിൽ E ഗ്രേഡ് ആയിരിക്കും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ ഒരു SSLCയുടെ സേ പരീക്ഷ എഴുതേണ്ടത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ ഗ്രേഡ്, അതായത് അതിൻ്റെ മാർക്ക് നോക്കിയിട്ടുള്ള ഗ്രേഡാണ് സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്രേഡ് D ഗ്രേഡോ അതല്ലെങ്കിൽ E ഗ്രേഡോ ആണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു സബ്ജക്റ്റ് തോൽക്കുന്നതാണ്. ഇനി ഒരു DO EO ഗ്രേഡ് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലാണ് നിങ്ങൾ തോൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു 40 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ടത് ആകെ മാർക്കിൻ്റെ 30%, അതായത് 30% മാർക്കാണ്. അപ്പോൾ 40 മാർക്കും 10 മാർക്ക് CE ഉൾപ്പെടെ 50 മാർക്കിലാണ് പരീക്ഷയുടെയും അതുപോലെ CE മാർക്ക്. അത് CE എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ് CE മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു CE മാർക്ക് ഉൾപ്പെടെ നിങ്ങൾക്ക് ഈ ഒരു 40-ഉം 10 മാർക്ക് CE ഉൾപ്പെടെ 50-ലാണ്. 50-ൻ്റെ 30% എന്ന് പറയുന്നത് 15 മാർക്കാണ്. അപ്പോൾ ഈ ഒരു 15 മാർക്ക് നിങ്ങൾക്ക് CE ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പരീക്ഷ ജയിക്കും. എന്നാൽ ഈ ഒരു 15 മാർക്കിൽ കുറവ് ആയിട്ട് നിങ്ങൾക്ക് 14 അല്ലെങ്കിൽ 13 ഈ ഒരു രീതിയിലൊക്കെയാണ് CE ഉൾപ്പെടെ കിട്ടുന്നതെങ്കിൽ, അതായത് ഈ ഒരു D ഗ്രേഡോ അതല്ലെങ്കിൽ E ഗ്രേഡോ ആണ് നിങ്ങൾക്ക് ലഭ്യമാവുക. അപ്പോൾ ഇതിന് താഴെയായിട്ട് 15-ന് താഴെയായിട്ട് ഏത് ഗ്രേഡ് കിട്ടുകയാണെങ്കിലും ഒന്നുകിൽ D ഗ്രേഡ് ആയിരിക്കും അതല്ലെങ്കിൽ E ഗ്രേഡ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ 80 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ, അതായത് 80 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ നമുക്ക് നോക്കാം. ഈ ഒരു 80 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 20 മാർക്കാണ് CE വരുന്നത്. ടോട്ടൽ 100 മാർക്കിലാണ് ഈ ഒരു പരീക്ഷ വരിക. പരീക്ഷ 80-ലാണ് വരിക. CE മാർക്ക് അതായത് 20 മാർക്കിലാണ് വരിക. അതായത് CE എന്ന് പറയുമ്പോൾ ഇത് TE മാർക്ക്, അതായത് ടെർമിനൽ ഇവാലുവേഷൻ, അതുപോലെ തന്നെ ഇത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ CE മാർക്കാണ്. അപ്പോൾ ഇങ്ങനെ ഇത് ടോട്ടൽ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക്, അതായത് 100-ലാണ് കിട്ടുക. 100-ൻ്റെ 30% എന്ന് പറയുന്നത് 30 മാർക്കാണ്. അപ്പോൾ ഈ ഒരു 30 മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു CEയും അതുപോലെ തന്നെ എഴുത്തു പരീക്ഷയിലും ടോട്ടൽ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് ജയിക്കും. എന്നാൽ ഈ ഒരു 30-ന് താഴെയായിട്ട് നിങ്ങൾക്ക്, അതായത് ഈ ഒരു 29, 28 ഈ ഒരു രീതിയിൽ ഇതിന് താഴെയായിട്ട് 30-ന് താഴെയായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് മാർക്ക് എങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ D ഗ്രേഡ് ആയിരിക്കും അതിന് കിട്ടുക, അതല്ലെങ്കിൽ E ഗ്രേഡ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ ഒരു രീതിയിൽ DO EO ഗ്രേഡ് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിന് 80-ലുള്ള ആ ഒരു മാർക്കിൻ്റെ സബ്ജക്റ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സബ്ജക്റ്റ് തോൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പിന്നീട് SSLCയുടെ സേ പരീക്ഷ എഴുതിയിട്ട് ജയിക്കാനായിട്ട്
ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു SSLCയുടെ സേ പരീക്ഷ എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ കഴിഞ്ഞ വർഷം മെയ് 8-ാം തീയതിയോടെയൊക്കെയാണ് നിങ്ങളുടെ SSLCയുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ SSLCയുടെ റിസൾട്ട് എപ്പോഴാണ് വരുന്നത് അതിനനുസരിച്ചിട്ടാണ് SSLC സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ ഉണ്ടാവുക. റിസൾട്ട് വന്ന ശേഷം നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ SSLCയുടെ റീവാലുവേഷൻ അതല്ലെങ്കിൽ സൂക്ഷ്മ പരിശോധന അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. റീവാലുവേഷൻ അപേക്ഷിച്ച് നിങ്ങൾക്ക് മാർക്ക് കൂടുകയാണ്, ചേഞ്ച് വരികയാണെങ്കിൽ നിങ്ങൾ അടച്ച പൈസ തിരികെ കിട്ടും. റീവാലുവേഷൻ 400 രൂപയാണ് ഫീസ് വരിക. എങ്ങനെയാണ് ഈ ഒരു പൈസ തിരികെ കിട്ടുക എന്ന് നോക്കാം. നിങ്ങൾക്ക് A+ ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തത്, അത് പ്രതീക്ഷിച്ചത്. റിസൾട്ട് വന്ന സമയത്ത് നിങ്ങൾക്കൊന്നുകിൽ ഒരു A ഗ്രേഡ് ഒക്കെയാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചു, റീവാലുവേഷൻ അപേക്ഷിച്ചു, ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് A+ തന്നെയായിട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പൈസ തിരിച്ചിട്ടു. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു B ഗ്രേഡ് ആണെന്ന് കരുതുക. B ഗ്രേഡ് നിങ്ങൾ റീവാലുവേഷൻ അപേക്ഷിച്ചു, എന്നാൽ നിങ്ങൾക്ക് റിസൾട്ട് വന്നപ്പോൾ അത് A ഗ്രേഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, അതല്ലെങ്കിൽ B+ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഗ്രേഡിൽ കൂടുതൽ ഗ്രേഡാണ് റീവാലുവേഷൻ ശേഷം കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അടച്ച പൈസ തിരികെ കിട്ടും. എന്നാൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് B+ ഗ്രേഡാണ്, നിങ്ങൾ റീവാലുവേഷൻ അപേക്ഷിച്ച സമയത്ത് അതൊരു C ഗ്രേഡിൻ്റേത് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ഒരു പൈസ തിരിച്ച് കിട്ടില്ല. എന്നാൽ നിങ്ങളുടെ ഗ്രേഡ് ആദ്യത്തെ ആ ഒരു കൂടിയ ഗ്രേഡായിരിക്കും. B+ ഗ്രേഡ് ആണെങ്കിൽ ആ ഒരു B+ ഗ്രേഡായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് റീവാലുവേഷൻ്റെ കാര്യങ്ങൾ വരുന്നത്. അതുപോലെ സ്ക്രൂട്ടിനി ആണെങ്കിലും ഫോട്ടോ കോപ്പി ആണെങ്കിൽ നിങ്ങൾ ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ കോപ്പിയാണ്. അതുപോലെ തന്നെ ഈ സ്ക്രൂട്ടിനി അതായത് സൂക്ഷ്മ പരിശോധന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ വീണ്ടും വാലുവേഷൻ ചെയ്യുന്നതാണ്. റീവാലുവേഷൻ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ വീണ്ടും സ്ക്രൂട്ടിനിക്ക് കൂടി അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല. ഓൺലൈനായിട്ടാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുപോലെ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് സ്കൂളുകളിൽ കൊണ്ടുപോയിട്ട് നൽകുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി SSLCയുടെ സേ പരീക്ഷയുടെ കാര്യം നോക്കാം. SSLC സേ പരീക്ഷ എഴുതേണ്ടത് നിങ്ങൾക്ക് ആരൊക്കെയാണ് സേ പരീക്ഷ എഴുതേണ്ടത് എന്ന് മനസ്സിലായിട്ടുണ്ടാകും. D ഗ്രേഡോ അല്ലെങ്കിൽ E ഗ്രേഡോ ഈ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് ഈ ഒരു SSLCയുടെ സേ പരീക്ഷ എഴുതേണ്ടത്. നിങ്ങളുടെ SSLC റിസൾട്ട് ഏകദേശം മെയ് 8-ന് ശേഷമോ അല്ലെങ്കിൽ അതിന് മുൻപായിട്ട് വരും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ റിസൾട്ട് വന്ന ശേഷം പിന്നീട് 2 ദിവസത്തിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു SSLC സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പളുള്ള ഹെഡ് മാസ്റ്റർക്ക് നൽകാവുന്നതാണ്. അതായത് നിങ്ങൾ ഏത് സ്കൂളിലാണോ പഠിച്ചത് 10ാം ക്ലാസ് ആ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കാണ് ഈ ഒരു സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 3 വിഷയം വരെയാണ് മാക്സിമം ഈ ഒരു സേ പരീക്ഷ എഴുതാൻ പറ്റുക. നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ, അതായത് ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുടുംബത്തിലുണ്ടാകുന്ന എന്തെങ്കിലും മരണങ്ങൾ കൊണ്ടൊക്കെയാണ് നിങ്ങൾ പരീക്ഷ എഴുതാൻ സാധിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡോക്ടർ നൽകുന്ന സർട്ടിഫിക്കറ്റ് സ്കൂളിൽ ഈ ഒരു അപേക്ഷയോടൊപ്പം ഹാജരാക്കിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 10 വിഷയം വേണമെങ്കിലും ഈ ഒരു സേ പരീക്ഷ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേ പരീക്ഷ നടക്കുക ജൂൺ മാസത്തിലാണ്. അപ്പോൾ ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ സ്കൂളിലായിരിക്കും പരീക്ഷ ഉണ്ടാവുക, അതല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലായിരിക്കും SSLCയുടെ സേ പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയം പോയിട്ട് പരീക്ഷ എഴുതി നിങ്ങൾക്ക് റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നന്നായിട്ട് പഠിച്ച് ആ ഒരു സമയത്ത് പരീക്ഷ എഴുതാം. അങ്ങനെ പരീക്ഷ എഴുതി നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് SSLCയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ SSLCയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയ ശേഷം പിന്നീട് നിങ്ങൾക്ക് +1 അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു +1 അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് SSLCയുടെ സേ പരീക്ഷ റിസൾട്ട് വരുന്ന സമയത്ത് SSLCയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷയിലാണ് അപേക്ഷ നൽകാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നിരവധി സീറ്റുകൾ വാക്കൻസി ഒക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകളിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് കോമ്പിനേഷനുകളിലേക്ക് നിങ്ങൾക്ക് ആ ഒരു സമയം അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു SSLC സേ പരീക്ഷ ആരൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതായത് വിദ്യാർത്ഥികൾക്ക് D ഗ്രേഡോ അല്ലെങ്കിൽ E ഗ്രേഡോ നിങ്ങൾക്ക് റിസൾട്ടിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സബ്ജക്റ്റിന് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സേ പരീക്ഷ എഴുതേണ്ടത് ഈ ഒരു DO EO കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് അത്രയും മാർക്ക് കുറവുണ്ടായിരിക്കണം. അതായത് 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 30 മാർക്കിന് താഴെ, അതായത് 29 മാർക്ക് 28 മാർക്ക് ഇതിനൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു DO EO ഗ്രേഡാണ് കിട്ടുക. അതുപോലെ തന്നെ 40 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ 15 മാർക്കിന് താഴെയാണ് നിങ്ങൾ കിട്ടുന്നത്, അതായത് 14 മാർക്ക് അതുപോലെ 13 മാർക്ക് 12 മാർക്ക് ഈ രീതിയിലൊക്കെ ആണെങ്കിൽ DO EO കിട്ടി നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് തോൽക്കും. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് DO EO ഗ്രേഡ് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ ഒരു സേ പരീക്ഷ എഴുതേണ്ടതായിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.